എൻ്റെ അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും നല്ല നോളജാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലൊരു അറിവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുറത്തൊക്കെ പോയി അടിമപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഒരു മിത്തും കൂടിയുണ്ട് എല്ലാവരുടെ ഉള്ളിലുള്ളത്. മരം അല്ലെങ്കിൽ ചെടി എന്നൊക്കെ പറയുന്നത് ഓക്സിജൻ അല്ലെ, ഓക്സിജൻ ആണ് നമ്മൾ അതും വെറുതെ മിത്ത് മാത്രമാണ്. ഈ ലോകത്ത് 70%, ഈ ഒരു എർത്തിൽ 70% ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഷൻസിൽ നിന്നാണ്, അതായത് കടലിൽ നിന്നാണ്. അതായത് ഒരു ആൽഗയുടെയൊക്കെ ഫോട്ടോസിന്തസിസ് നടന്നതിൻ്റെ പരിണാമ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഓക്സിജനാണ് ഈ ലോകത്ത് 70% ഉള്ളത്. ഈ മരങ്ങൾ നമുക്ക് വേണ്ടത് വെറും സമാധാനത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള വസ്തു മാത്രമാണ്, ഓക്സിജൻ അല്ല. ഫൈറ്റോൺസൈഡ്സ് എന്ന് പറയുന്നത്, അതായത് ഈ മരങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലത്തെ ഒരു എയർ മിക്സ് ആകുന്ന ഒരു കോമ്പണൻറ്റ്, അത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ ഹോർമോൺസിനെ സപ്രസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന്, ആൻറ്റി ഏജിങ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഇവിടേക്ക് ഇറക്കിയ മരങ്ങളാണ് ഇത്. അല്ലാതെ ഇവർ ഓക്സിജന് വേണ്ടിയിട്ടല്ല, ഇവർ നമുക്ക് സമാധാനം, സന്തോഷം തരാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇവരെ വെട്ടുന്തോറും നമ്മുടെ സമാധാനം, സന്തോഷം ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഫാക്റ്റ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ലോകത്ത് നടക്കുന്ന ഒരു സന്തോഷമില്ല, സമാധാനമില്ല, യുദ്ധം, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളല്ലേ, കുട്ടികളെല്ലാം പെട്ടെന്ന് മരിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ ബ്ലഡിൽ ഫൈറ്റോൺസൈഡ്സ് മിക്സഡ് ആവാത്തത് കൊണ്ടാണ്. ഓക്കെ, അല്ലാതെ ഓക്സിജൻ അല്ല. ഓക്കെ, ഓക്സിജൻ എന്ന് ആരും പറയരുത്, ഫൈറ്റോൺസൈഡ്സ്. നിങ്ങൾക്ക് മരം വെട്ടാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വെട്ടണമെന്നത് നിങ്ങളുടെ സന്തോഷം, സമാധാനം, ആരോഗ്യത്തിനാണെന്ന്. അത്രേ ഉള്ളൂ കാര്യം. കാരണം നിങ്ങളുടെ ഉള്ളിൽ പോവില്ല അപ്പോൾ ഫൈറ്റോൺസൈഡ്സ്. ഓക്കെ, നിങ്ങൾ മുറ്റോടിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കൊമ്പൊക്കെ മാറുമ്പോൾ വെട്ടിക്കളയുമല്ലോ ഇവരെ, ഈ 50-100 വർഷമൊക്കെ പ്രായമായ മരങ്ങളെ. അപ്പോൾ വേറൊന്നുമില്ല, നിങ്ങളുടെ കുട്ടികളെല്ലാം അസുഖം വരും, നിങ്ങൾക്ക് എല്ലാ അസുഖം വരും, നിങ്ങളെല്ലാം ചിരിക്കില്ല, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. യു ക്യാൻ ഹാവ് എ ഡേർട്ടി ലൈഫ്. ഇന്ന് നമുക്ക് ഇവർ തരുന്നത് തണുപ്പെന്ന് പറയും അല്ലേ, നമ്മൾ തണലെന്ന് പറയും. വേറൊന്നുമല്ല, ഈ ഇലകൾ, വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് വിട്ട് നമുക്കൊരു തണുപ്പ് വന്നുകൊണ്ടിരിക്കും. വേണമെങ്കിൽ നമുക്കൊരു ഷെഡിൻ്റെ അടിയിൽ പോയി നിൽക്കാം, പക്ഷേ അവിടെ തണുപ്പുണ്ടാവില്ല അല്ലേ. പക്ഷേ അതേസമയം ഒരു മരത്തിൻ്റെ അടിയിലാണെങ്കിൽ അവിടെ തണുപ്പുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് തണുപ്പും തരുന്നു നമ്മുടെ ബോഡിക്കുള്ളത്, സൂര്യൻ്റെ രശ്മികളിൽ നിന്നുള്ള രക്ഷിച്ച്. അപ്പോൾ അതും നമുക്ക് വേണ്ട അല്ലേ, നമുക്ക് ഈ കൊമ്പും മരമൊക്കെ വെട്ടിക്കളഞ്ഞാൽ മതി നമ്മുടെ സ്വാർത്ഥമായ ചിന്താഗതിക്ക് വേണ്ടി. പിന്നെ നമുക്ക് ഇവർ തരുന്നത് പ്രത്യക്ഷത്തിൽ ഈ ചക്കകൾ അല്ലേ, ചക്ക, മാങ്ങ, തേങ്ങ, മിനറൽസ്, വൈറ്റമിൻസ്, ഇതെല്ലാം നമ്മുടെ സൗന്ദര്യവും ഇമ്മ്യൂണിറ്റി ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രപഞ്ചം ഇറക്കിയതാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് വേണ്ട അല്ലേ, നമുക്ക് കെമിക്കൽസ് ഇതൊക്കെ കഴിക്കുന്നു, ഇതെല്ലാം തിന്നാതിരിക്കുന്നു. പിന്നെ പക്ഷിമൃഗാദികൾക്കുള്ളൊരു ആവാസ വ്യവസ്ഥ, അവരുടെ കുടുംബവും നമ്മൾ നശിപ്പിക്കുന്നു. അപ്പോൾ നിർത്താം. ഓക്കെ, ഇനിയപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കാൻ റിലാക്സ് ഫോഴ്സ് ഉണ്ട്.